പുത്തൻ സംരംഭവുമായി കേരള സംസ്ഥാന പ്രവാസി ക്ഷേമ സഹകരണ സംഘം ഹൈടെക് ഡയറി ഫാം ടൂറിസം പദ്ധതിയാണ് പ്രവാസി ക്ഷേമ സഹകരണ സംഘം നടപ്പിലാക്കുന്നത്. പാലക്കാട് മീൻവല്ലത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ റിപ്പോർട്ട് സഹകരണ വകുപ്പ് മന്ത്രി വി.എൻ. വാസവന് കൈമാറി. പാലക്കാട് മീൻവല്ലത്ത് സ്വകാര്യ ഉടമസ്ഥതയിലുള്ള 100 ഏക്കറോളം വരുന്ന ഭൂമിയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 2 ഘട്ടങ്ങളിലായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പ്രാരംഭ നടപടികൾ ഇതിനോടകം ആരംഭിച്ചു. 1-ാം ഘട്ടത്തിൽ പശുക്കൾക്കുള്ള ഹൈടെക് ഡയറി ഫാം, കുരുമുളക്, ജാതിക്ക തുടങ്ങിയ കൃഷി ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനു വേണ്ടിയുള്ള സാധ്യത, മത്സ്യകൃഷി, സ്ഥലത്തെ ഉയർന്ന ഭാഗത്ത് പാർപ്പിടം, ആയുർവേദ സുഖചികിത്സ, കേരളത്തിന്റെ തനത് കലകളുടെ ആവിഷ്കാരം, നീന്തൽക്കുളം, വാട്ടർ തീം പാർക്ക്, ഹെലിപാഡ്, അഡ്വഞ്ചർ ടൂറിസം എന്നിവയാണ് ഉൾപ്പെടുന്നത്. 2-ാം ഘട്ടത്തിൽ ഫാമിലൂടെ ഒഴുകുന്ന അരുവിയിൽ നിന്നും വൈദ്യുതി ഉൽപാദനം, മിനറൽ വാട്ടർ ഉൽപാദനം എന്നിവയും ഉൾപ്പെടുന്നു. പദ്ധതിയുടെ റിപ്പോർട്ട് സഹകരണ വകുപ്പ് മന്ത്രി വി.എൻ. വാസവന് നോക്ക വൈസ് ചെയർമാൻ ശ്രീരാമകൃഷ്ണൻ കൈമാറി. പ്രവാസികളെ സ്വയം പര്യാപ്തരാക്കുന്നതിനും സ്വയം തൊഴിൽ പ്രാപ്തമാക്കുന്നതിനുമൊപ്പം ആളുകളെ സ്ഥലത്തേക്ക് ക്യാൻവാസ് ചെയ്യുന്നതിന് ഡിവിഡന്റിനൊപ്പം കമ്മീഷനും നൽകും. പ്രവാസികളുടെ കൂട്ടായ്മയിലാണ് പദ്ധതി യാഥാർത്ഥ്യത്തിലെത്തുന്നത്. സാധാരണ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടി പലർക്കും കമ്മീഷൻ ഏജൻസി നിയമിക്കും. ഞങ്ങളത് ചെയ്യുന്നില്ല. നമ്മൾ ഇതിൽ ഷെയർ ഹോൾഡറായിട്ട് ഏകദേശം 5000 മുതൽ 6000 വരെ ആൾക്കാർ വരാൻ സാധ്യതയുണ്ട്. കാരണം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും ചെറിയ ഷെയറുകൾക്ക് പ്രാധാന്യം കൊടുക്കുകയാണ്, കൂടുതൽ സാധാരണക്കാരായ പ്രവാസികൾക്ക്. അവരായിരിക്കും ഇവിടുത്തെ ക്യാൻവാസ് ചെയ്യുന്ന, ഇവിടത്തേക്ക് ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്ന അതിൻ്റെ ആളുകളായി പ്രവർത്തിക്കുക. ആ പ്രവാസികൾക്ക് വിപുലമായി സ്വയം തൊഴിലെന്നുള്ള രീതിയിൽ ഇതിൻ്റെ ക്യാൻവാസേഴ്സായി പ്രവർത്തിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന നല്ല നിശ്ചയ ശതമാനം, ഞങ്ങൾ 5% കുറയാതെ കമ്മീഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ച് തീരുമാനിച്ചിട്ടുള്ളത് ഇന്നത്തെ ബോർഡ് മീറ്റിങ്ങിൽ. കേരളത്തിലെ വിദേശത്തുള്ള പ്രവാസികളൊക്കെ തന്നെ വൈബ്രൻ്റായിട്ട് സ്ഥിരമായി ഈ പ്രോജക്റ്റ് വിജയിപ്പിക്കാൻ പ്രവർത്തിക്കുന്ന, ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന, കൊണ്ടുവരുന്ന ആളുകളായി മാറുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനം. അടുത്ത ജനുവരിയോടെ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ആരംഭിക്കാനാണ് തീരുമാനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.